guys, welcome back to our newest episode. സോ അങ്ങനെ നമ്മൾ വീണ്ടും ആ ഒരു പഴയ ട്രാക്കിലേക്ക് കയറിയേക്കാണ്. അതായത് കുറേ നാളുകൾക്ക് ശേഷം പ്രൊഡക്റ്റ് റിവ്യൂസ്. ഒരു സമയത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്റ്റ് റിവ്യൂസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എങ്ങനെയൊക്കെയോ ഒരു ലാഗ് വന്ന് എന്തൊക്കെയോ പറ്റി. സോ അഗൈൻ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് സംതിങ് പ്രൊഡക്റ്റ് റിവ്യൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ വെളുത്തു, മീൻസ് കറുത്തിരുന്നിരുന്ന് ഞാൻ എങ്ങനെ വെളുത്തു എന്നുള്ളതാണ്. മീൻസ് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റേസിസം ആയി പോകും. എന്നാലും എനിക്ക് കൂടുതലും വരുന്ന മെസ്സേജസ് അങ്ങനെയാണ്. ഓക്കെ, കറുത്തിരുന്നിരുന്ന് ഞാൻ എങ്ങനെ വെളുത്തു, അല്ലെങ്കിൽ ഞാൻ പഴയ പോലെ അല്ലല്ലോ ഇപ്പോൾ. മീൻസ് എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ എനിക്ക് എൻ്റെ പഴയ ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്ത് തരും. മീൻസ് ആ ഒരു പഴയ കോലത്തിൽ ഇരിക്കുന്ന, മീൻസ് അവരുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻസിന് പോയിട്ട് ഉള്ളപ്പോൾ എടുത്ത ഫോട്ടോസൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ എനിക്ക് അയച്ചു തരാറുണ്ട്. മീൻസ് കളിയാക്കിയിട്ടൊക്കെ. അപ്പോഴും ഞാൻ ചിന്തിക്കലുണ്ട്, അയ്യോ എന്തൊരു മാറ്റമല്ലേ, അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, അത്രയും മാറ്റമാണ് എനിക്ക് വന്നിട്ടുള്ളത്. ഫേസ് വെളുക്കുന്ന കാര്യമല്ല ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഫുൾ ബോഡി എങ്ങനെ ലൈറ്റൻ ആക്കി എടുക്കുന്നു അല്ലെങ്കിൽ സ്കിൻ വൈറ്റനിങ് ആക്കി എടുക്കുന്നു എന്നുള്ളതാണ്. സോ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എന്തൊക്കെ മിസ്റ്റേക്സ് ചെയ്യുന്നതുകൊണ്ടാണ് ഫുൾ ബോഡി വൈറ്റൻ ആക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാക്കി എടുക്കാൻ പറ്റും എന്നൊക്കെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ വിതൗട്ട് എനി ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. സോ ഗൈസ്, നിങ്ങൾ ഫുൾ ബോഡി ലൈറ്റൻ ആക്കാൻ അല്ലെങ്കിൽ വൈറ്റൻ ആക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫേസിന്റെ കാര്യം നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫുൾ ബോഡി, ഹോൾ ബോഡി എങ്ങനെ ലൈറ്റൻ ആക്കുന്ന കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഫുൾ ബോഡി വൈറ്റൻ ആകണം എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വൈറ്റൻ ആക്കാൻ ട്രൈ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹോൾ ബോഡി ഡ്രൈ ആവാതെ വെക്കുക എന്നുള്ളതാണ്. മീൻസ് ഇനിയിപ്പോൾ എത്രയൊക്കെ ഓയിലി സ്കിൻ ടൈപ്പ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും സംടൈംസ് കണ്ടിട്ടില്ലേ നമ്മുടെ ബോഡിയിലൊക്കെ ക്രാക്സ് ഒക്കെ വീഴുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ അല്ലെങ്കിൽ ബോഡി അങ്ങനെ ഡ്രൈ ആയിട്ട് ഇരിക്കുമ്പോൾ ആ ഏരിയയിൽ ക്രാക്സ് ഒക്കെ വീണ് പാടുകളൊക്കെ വന്ന് പിഗ്മെൻറ്റേഷനൊക്കെ കൂടി, മീൻസ് അവിടെ റഫ്നെസ് ഒക്കെ കൂടി സ്കിന്നിൻ്റെ ഒരു എന്താ പറയുക നിഗ്രിക്കാൻജിസ് എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് മാറും. സോ അങ്ങനെ ആവാതിരിക്കാൻ മസ്റ്റായിട്ട് നമ്മുടെ ഫുൾ ബോഡി എപ്പോഴും മോയ്സ്ചേർഡ് ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ മീൻസ് സ്കിൻ ലൈറ്റനിങ്ങിനെ എഫക്റ്റ് ചെയ്യും എന്നൊക്കെ നിങ്ങൾക്ക് ഒരു തോട്ട് വരുന്നുണ്ടാവും. നമ്മുടെ ഫുൾ ബോഡി മോയ്സ്ചർ ചെയ്യുക എന്ന് പറയുമ്പം നമ്മുടെ സ്കിന്നിനുള്ള ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതിനേക്കാൾ ഉപരി സ്കിന്ന് മോയ്സ്ചേർഡ് ആയിട്ട് ഇരിക്കുമ്പോൾ ആ ഏരിയയിലെ റഫ്നെസ് കുറഞ്ഞ് പിഗ്മെൻറ്റേഷൻ കുറഞ്ഞ് കാലക്രമേണ ഒറ്റയടിക്കല്ല കണ്ടിന്യൂസ് യൂസേജ് നമ്മുടെ ഹോൾ ബോഡി ലൈറ്റൻ ആക്കാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. സോ അങ്ങനെ ഞാൻ യൂസ് ചെയ്യുന്ന, സോ ആ ഒരു പർപ്പസിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് വിഷ് കെയറിൻ്റെ AHA ബോഡി ലോഷനാണ്. മീൻസ് ഇത് ഡെയിലി ഒരു മീൻസ് ഇൻഡോറിലാണെങ്കിൽ ഈ ഒരു ബോഡി ലോഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് ഹോൾ ബോഡിയിൽ ജസ്റ്റ് ഇത് ഫാസ്റ്റായിട്ട് ഡീപ്പായിട്ട് ഇത് മോയ്സ്ചർ ആക്കി വെക്കും. എസ്പെഷ്യലി എൻ്റേത് ഡ്രൈ സ്കിന്നാണ്. ഇവിടെയൊക്കെ പെട്ടെന്ന് ക്രാക്സ് ഒക്കെ വീണ് നല്ല രീതിയിൽ എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കുന്ന സ്കിന്നാണ് എൻ്റെ. മീൻസ് ഈവൻ ഫേസ് ആണെങ്കിൽ പോലും അങ്ങനെയാണ്. ഫേസിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക എപ്പോഴും. പക്ഷെ ഹോൾ ബോഡി ആണെങ്കിൽ ഇങ്ങനെ ഒരു ബോഡി ലോഷൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്. കാരണം ഇത് ഒരു നോർമൽ ബോഡി മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ബോഡി ലോഷൻ എന്നുള്ളതിന് പുറമെ ഇത് AHA വന്നിട്ടുള്ളൊരു ബോഡി ലോഷനാണ്. ദാറ്റ് ഈസ് ഒരു മോയ്സ്ചറൈസിങ് അല്ലെങ്കിൽ ഡീപ്പ് നറിഷിങ്ങിന് പുറമെ സ്കിൻ ലൈറ്റനിങ് ഏജൻസി ആയിട്ടുള്ള AHA ഇതിൽ വന്നുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഫാസ്റ്ററായിട്ട് റിസൾട്ട് കിട്ടും. ഇത് യൂസ് ചെയ്യാറുള്ളപ്പോൾ ഞാൻ അണ്ടർ ആം റോളോൺസ് ഒന്നും യൂസ് ചെയ്യാറില്ല. കാരണം നമുക്ക് അണ്ടർ ആമിലും ഈ ഒരു ലോഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഹോൾ ബോഡി അപ്ലൈ ചെയ്ത് കൊടുക്കുക. മീൻസ് എപ്പോഴും ക്ലെൻസ് ചെയ്തതിന് ശേഷം, അതായത് കുളിച്ചതിനൊക്കെ ശേഷം വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ഡേർട്സ് എല്ലാം കൂടെ വന്നിട്ട് പോർസ് അങ്ങ് ക്ലോഗ് ആയി പോകും. സോ എപ്പോഴും ആഫ്റ്റർ ഹോൾ ബോഡി ക്ലെൻസിങ്ങിന് ശേഷം ഇങ്ങനെ ഒരു ലോഷൻ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് മോർ ഓവർ ദാറ്റ് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഈ ഒരു ലോഷൻ മസ്റ്റായിട്ട് ഹോൾ ബോഡി അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബിക്കോസ് മീൻസ് നമ്മൾ ഉറങ്ങുന്ന ടൈമിൽ ബോഡി അങ്ങനെ ഡ്രൈ ആയിട്ട് വിടാണ്ട് സ്കിന്നിന് നല്ലൊരു നറിഷ്മെൻറ്റ് കൊടുത്ത്. കാരണം ഏറ്റവും കൂടുതൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ എനിക്ക് വർക്കാവുന്നത് ഈ ഓവർനൈറ്റ് വെക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് ആണ്. നമ്മുടെ ഹോൾ ബോഡിയിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ലല്ലോ, ഉറങ്ങുന്നില്ലല്ലോ, ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ബോഡിയിൽ അത് അങ്ങോട്ട് എഫക്റ്റ് ആയിക്കോളും.
അഫോർഡബിൾ പ്രൈസിലാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഹോൾ ബോഡി ലൈറ്റൻ ആക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫുൾ ബോഡി ഒരിക്കലും ഡ്രൈ ആയിട്ട് വിടരുത്. കീപ് മോയ്സ്ചറൈസ്ഡ്, കീപ് നറിഷ്ഡ്. അതായത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ബോഡി ലോഷൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നല്ലൊരു ബോഡി ലോഷൻ യൂസ് ചെയ്യുക. പാരബൻസോ സൾഫേറ്റ്സോ അല്ലെങ്കിൽ നോൺ കോമോഡോജനിക് ഒക്കെ ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും ഇല്ലാതെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബോഡി ലോഷൻ കൊടുക്കുക. സോ ഞാൻ യൂസ് ചെയ്യുന്ന വിഷ് കെയറിൻ്റെ പ്രൊഡക്റ്റാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. അതിനെ യൂസ് ചെയ്യണമെന്നില്ല. അത് യൂസ് ചെയ്യുമ്പോഴുള്ള ഒരു എക്സ്ട്രാ ബെനിഫിറ്റാണ് ഞാൻ പറഞ്ഞത്. ദാറ്റ് ഈസ് ഇറ്റ് കണ്ടെയ്ൻസ് AHA BHA. ഒരു നറിഷ്മെൻറ്റ് മോയ്സ്ചറൈസിങ് തരുന്നതിന് പുറമെ ബോഡി ഒന്ന് ലൈറ്റൻ ആക്കും. കണ്ടിന്യൂസ് യൂസേജ്, അത് ഒറ്റ ദിവസമോ 2 ദിവസം കൊണ്ടൊന്നും യൂസേജ് നിർത്തരുത്. അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ റൂട്ടീൻ്റെ ഭാഗമാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇപ്പോഴും കുറേ ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് സ്കിൻ കെയർ മാത്രമാണ് റൂട്ടീൻ്റെ ഭാഗമാക്കേണ്ടതെന്നാണ്. പക്ഷെ ബോഡി കെയറും നമ്മുടെ ഒരു റൂട്ടീൻ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഭാഗമാക്കി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ സ്കിൻ അങ്ങനെ ഡ്രൈ ആവില്ല, പാച്ചസ് വരൂല, പിഗ്മെൻറ്റേഷൻ വരൂല. സ്കിൻ എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കും. ഹെൽത്തി സ്കിന്നാണോ സോ ഓട്ടോമാറ്റിക്കലി തന്നെ നിങ്ങളുടെ സ്കിന്നൊന്ന് ലൈറ്റൻ ആവും, വൈറ്റൻ ആകും. ഇനി ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് പറഞ്ഞതും ഇമ്പോർട്ടൻ്റ് ആണ്, ഇതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് ഇത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്ത സ്റ്റെപ്പിന് ഒരു റിസൾട്ടും ഉണ്ടാവില്ല. ദാറ്റ് ഈസ് ലൈക്ക് വെള്ളത്തിൽ വര വരച്ച പോലെ ആവും. സോ ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഞാൻ ലാസ്റ്റിലേക്ക് വെച്ചത്. കാരണം ഇത് ഫസ്റ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ പോയിന്റ് നമുക്ക് കത്തൂല. ഓക്കെ, പക്ഷെ അത് ഫസ്റ്റിൽ പറഞ്ഞുകൊണ്ട് ഇത് പറയുമ്പം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഫസ്റ്റിൽ പറഞ്ഞ ആ ഒരു മോയ്സ്ചറൈസിങ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പിന് കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ദാറ്റ് ഈസ് നല്ലൊരു സൺ പ്രൊട്ടക്ഷൻ ഉള്ള ബോഡി ലോഷൻ യൂസ് ചെയ്യുക. ഓക്കെ, ഇൻഡോറിലാണെങ്കിൽ നമുക്ക് AHA BHA ബോഡി ലോഷൻ കൊണ്ട് തൃപ്തിപ്പെടാം നമ്മുടെ സ്കിന്നിന്, ബോഡിക്ക്. പക്ഷെ ഔട്ട്ഡോറിലാണെങ്കിൽ നോർമൽ ഒരു മോയ്സ്ചറൈസിങ് മാത്രം മതിയാവില്ല. ഇറ്റ്സ് ഓൾസോ റിക്വയർ സം സൺ പ്രൊട്ടക്ഷൻ. സോ ഇതും വിഷ് കെയറിൻ്റെ ഒരു സൺ പ്രൊട്ടക്ഷൻ ബോഡി ലോഷനാണ്. ദാറ്റ് ഈസ് ഇത് SPF ഉള്ള ബോഡി ലോഷനാണ്. ഇപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഇട്ടാണ് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ലീവ്ലെസ് ഡ്രസ്സുകൾ, ഇനിയിപ്പോൾ എന്തോ ഡ്രസ്സോ ആയിക്കോട്ടെ, നമ്മുടെ ഈ ഏരിയാസ്, അറ്റ്ലീസ്റ്റ് ഈ ഏരിയാസ് പോലും എക്സ്പോസ്ഡ് ടു സൺ ആയിരിക്കും എപ്പോഴും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ആൻഡ് ഓൾസോ നമ്മുടെ കാല്, ഇനിയിപ്പോൾ പാൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ആ കാലിൻ്റെ ആ ഫൂട്ടേജ് മീൻസ് ആ ഒരു ഫിംഗേഴ്സ് വരുന്ന ആ ഭാഗമൊക്കെ കംപ്ലീറ്റ്ലി പുറത്തോട്ടാണ്. ലൈക്ക് നമുക്ക് അതൊന്നും ജസ്റ്റ് നമുക്കുള്ള ആ ഒരു മൈൻഡ് സെറ്റാണ്. പക്ഷെ ആ ഒരു ഈവൻ എക്സ്പോഷർ പോലും നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ഡാമേജ് ആക്കുന്നുണ്ട്, ടാൻ ആക്കുന്നുണ്ട്. സോ ഈ ടാൻ തന്നെയാണ് നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഈ കറുപ്പ് അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നത് കൂടുതൽ ഈ സൺ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സൺ ഫാക്ടറി യൂസ് ചെയ്യാത്തതുകൊണ്ട് വന്നിട്ടുള്ള ഡാമേജാണ് നമ്മുടെ സ്കിന്നിന്. ഇപ്പോൾ ഈവൻ എൻ്റെ സ്കിന്നാണെങ്കിൽ ഞാൻ ഒരു 5-6 ദിവസം വീട്ടിൽ ഇപ്പോൾ കർട്ടനൊക്കെ മറച്ച് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വിചാരിച്ചോ, എൻ്റെ സ്കിന്ന് അടിപൊളിയായിട്ടുണ്ടാവും. സോ ഐ ഫൈൻഡ് ഔട്ട് ദാറ്റ് നമ്മുടെ മലയാളികൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ ട്രോപ്പിക്കൽ ഏരിയാസിൽ ജീവിക്കുന്ന ആൾക്കാരുടെ സ്കിന്ന് ഓൾമോസ്റ്റ് ഡാമേജ് ആവാനുള്ള മേജർ റീസൺ എന്ന് പറയുന്നത് സൺ തന്നെയാണ്. സോ ഓൾവേസ് പ്രൊട്ടക്ട് യുവർ സ്കിൻ ഫ്രം സൺ ഡാമേജ്. ലൈക്ക് എപ്പോഴും ഈ ഒരു സൺ പ്രൊട്ടക്ഷൻ ഫാക്ടറുള്ള ബോഡി ലോഷൻ യൂസ് ചെയ്യുക. എന്നാലേ നമ്മൾ ഇൻഡോറിൽ യൂസ് ചെയ്ത അല്ലെങ്കിൽ ഇൻഡോറിൽ യൂസ് ചെയ്ത ആ ബോഡി ലോഷന് അവിടെ എഫക്റ്റ് ഉള്ളൂ. ലൈക്ക് ഇൻഡോറിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ ബോഡി ലോഷൻ യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ സ്കിന്ന് ലൈറ്റൻ ആവാൻ തുടങ്ങും. നരീഷ്ഡായി സ്കിന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ പുറത്തിറങ്ങുമ്പോൾ ഈ സൺ ഫാക്ടറുള്ള ബോഡി ലോഷൻ യൂസ് ചെയ്യണില്ല അല്ലെങ്കിൽ സൺ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ടാൻ ആവും. ടാൻ ആകുമ്പം ജസ്റ്റ് റെഡ് കളറായിരിക്കും. സോ നമ്മൾ വിചാരിക്കും ചുവന്ന് തൊടുത്ത്. പക്ഷെ കണ്ടിന്യൂസ് പോണതിനനുസരിച്ച് ആ റെഡ് പിന്നെ അതിനേക്കാളും ഒരു ഡാർക്കർ ഷെയ്ഡാവും, പിന്നെ അതിനേക്കാളും ഡാർക്കർ ഷെയ്ഡ്, പിന്നെ അതിനേക്കാളും ഡാർക്കർ ഷെയ്ഡ്, ആൻഡ് പോയി 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 ബ്ലാക്ക് കളറിലേക്ക് മാറും. അന്നേരമായിരിക്കും നമ്മൾ ഇതെങ്ങനെ റിവേർട്ട് ചെയ്യും, ഇതെങ്ങനെ തിരിച്ച് ബാക്കോട്ട് കൊണ്ടുപോകുന്നുള്ളതിനെ പറ്റി ചിന്തിച്ച് തുടങ്ങുന്നുണ്ടാവുന്നത് പോലും അന്നേരമായിരിക്കും. ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി റോങ് ഗൈസ്. എപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ കെയർ ചെയ്ത് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ഫാസ്റ്റർ റിസൾട്ട് ആൻഡ് നമുക്ക് എന്താ പറയുക പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും. വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് പെട്ടെന്ന് തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഇനിയും വൈകിട്ടില്ല, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതാണ് പോയിന്റ്. ഓക്കെ, എപ്പോഴും നമ്മൾ വിചാരിക്കും ഞാനങ്ങനെ ശ്രദ്ധിക്കാത്ത കാരണം എൻ്റെ സ്കിൻ അങ്ങനെ ആയല്ലോ ഇങ്ങനെ ആയല്ലോ എന്നൊക്കെ. പക്ഷെ അല്ല, ഇനിയും വൈകിട്ടില്ല.
ഇനിയും സമയമുണ്ട്. സോ നല്ലൊരു സൺ പ്രൊട്ടക്ഷൻ ഫാക്ടറുള്ള ബോഡി ലോഷൻ യൂസ് ചെയ്ത് തുടങ്ങാം. സോ ഞാൻ ഇതാണ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൽ നിയാസിനമൈഡ് സെറമൈഡ്സ് ഒക്കെ വരുന്നുണ്ട്. നിയാസിനമൈഡ് സ്കിന്ന് ബ്രൈറ്റൻ ആക്കാനും സെറമൈഡ്സ് ബോഡിയിലെ മോയ്സ്ചർ ലോക്ക് ചെയ്ത് വെച്ച് ഒരു ഹൈഡ്രേറ്റിംഗ് എഫക്റ്റ് തരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് യൂസ് ചെയ്യുമ്പോൾ മറ്റേ ബോഡി ലോഷൻ യൂസ് ചെയ്യണമെന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് മാത്രമായിട്ട് വാങ്ങിക്കാം, അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷേ അത് സ്കിപ്പ് ചെയ്താലും ഇത് ഒഴിവാക്കരുത്. ഓക്കെ, ഇത് സൺ പ്രൊട്ടക്ഷനുള്ള ബോഡി ലോഷൻ ഒരിക്കലും ഒഴിവാക്കരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും സൺ എക്സ്പോഷറാണ് നമുക്ക് ചുറ്റും. ഓക്കെ, അത് കാരണമാണ് നമ്മുടെ സ്കിന്നൊക്കെ ഡാമേജ് ആവുന്നത്. അല്ലെങ്കിൽ നമ്മളൊക്കെ എങ്ങനെയൊക്കെ ഇരിക്കേണ്ട ആൾക്കാരാണ്. ഓക്കെ, അതല്ലെങ്കിൽ നമ്മുടെയൊക്കെ സ്കിന്ന് ബ്രൈറ്റനായി അങ്ങ് പറക്കും. നമ്മളൊക്കെ വെയിൽ കൊണ്ടിട്ടാണ് ഇങ്ങനെ അല്ലേ. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് നല്ലൊരു ബോഡി ലോഷൻ യൂസ് ചെയ്യുക. അതും സൺ പ്രൊട്ടക്ഷൻ ഫാക്ടറുള്ള ബോഡി ലോഷൻ തന്നെ. രണ്ടിൻ്റെ പ്രൈസ് ഓൾമോസ്റ്റ് ഒരു 500 ഒക്കെ അടുത്താണ് ഗൈസ്. നിങ്ങൾക്ക് എന്താ പറയുക, എന്താ പറയുക, ലാഭമുള്ള സൈറ്റ് നോക്കിയിട്ട് വാങ്ങിക്കാവുന്നതാണ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എൻ്റെ മുടി നോക്കും. ഓക്കെ ഗൈസ്, എനിവേ സോ ഈ 2 പ്രൊഡക്ട്സും ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സോ നിങ്ങളൊരു സ്കിൻ ലൈറ്റനിങ് ഹോൾ ബോഡി വൈറ്റനിങ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ 2 പ്രൊഡക്ട്സ് ഒരിക്കലും മിസ്സാക്കരുത് ഗൈസ്. ഈ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂവിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തതെന്ന് ഒരിക്കലും വിചാരിക്കരുത്. എൻ്റെ അടുത്ത് അത്ര കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി എങ്ങനെ മാറി, ചേച്ചിനെ ആദ്യമായിട്ട് ഞങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നല്ലോ, നല്ല കറുത്തിട്ടൊക്കെ ആയിരുന്നല്ലോ, ഇവിടെ ഇപ്പോൾ നല്ല കുഴപ്പമുണ്ടായിരുന്നല്ലോ എന്നൊക്കെ. ഇപ്പോഴും ഇതിപ്പോൾ ഞാൻ പുറത്തുപോയി വന്ന കേട്ടോ, അതിൻ്റെയാണ് ഈ ഒരു ഡാർക്ക്നെസ്. അല്ലാതെ ഞാൻ എന്താ പറയുക അത്രയും കെയർ ചെയ്തിട്ട് കൊണ്ടുപോകണം. ഓക്കെ, നിങ്ങളെ കൊണ്ട് കെയർ ചെയ്യാൻ പറ്റുമോ? പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും നാച്ചുറലി തന്നെ നല്ലൊരു സ്കിൻ വൈറ്റൻ അല്ലെങ്കിൽ ലൈറ്റൻ ആയിട്ടുള്ള ബോഡി നിങ്ങൾക്കും അച്ചീവ് ചെയ്യാം. ഓക്കെ, പ്രൊഡക്ട്സിൻ്റെ ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കിൻ വൈറ്റൻ ആക്കാം, ലൈറ്റൻ ആക്കാം. ഇത്രയും പോയിന്റ്സ് ഒക്കെയാണ് ഞാൻ മെയിനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്കങ്ങനെ ഫുഡൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാറില്ല, അല്ലെങ്കിൽ ഫുഡിലൊന്നും അങ്ങനെ കൺട്രോൾ വരുത്താൻ എനിക്ക് പറ്റാറില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം 2 ദിവസം മുന്നേ കൂടെ എന്താ പറയുക വെയിറ്റൊക്കെ നോക്കി ആകെ മൈൻഡൊക്കെ ഡിപ്രസ്ഡ് ആയപ്പോൾ എനിക്ക് വെയിറ്റ് കൂടിയതല്ല പ്രശ്നം, എൻ്റെ ഫുഡ് കട്ട് ചെയ്താണ്. ഓക്കെ, സോ അങ്ങനത്തെ ഒരാളാണ് ഞാൻ. സോ അതുകൊണ്ട് ഫുഡ് കട്ട് ചെയ്തിട്ട് ഒരു പരിപാടിയില്ല. പക്ഷെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് എൻ്റെ ഹോൾ ബോഡി വൈറ്റനായത്. അല്ലാണ്ട് ഞാൻ ഫുഡിലൊന്നും ഒരു കൺട്രോളിങ്ങും വരുത്തിയിട്ടില്ല. ജങ്ക് ഫുഡൊക്കെ നല്ല രീതിയിൽ ഞാൻ കഴുകുന്നുണ്ട് ഗൈസ്, നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. ഓക്കെ, ഈ പ്രൊഡക്ട്സ് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. എനിക്ക് അത്ര റിസൾട്ട് തന്നിട്ടുള്ള പ്രൊഡക്ട്സാണ്. എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം വീഡിയോ ലൈക്ക് ചെയ്യുക. ആൻഡ് നമ്മുടെ ഫാമിലിയിൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. നമുക്ക് വലിയ ഫാമിലി ആകണം. ഓക്കെ, നമ്മളിപ്പോൾ എത്രയായി? 19.7. ഓക്കെ, ഇനി 20,000 ആൾക്കാരും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു 30K സബ്സ്ക്രൈബേഴ്സ് വന്നു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇടാം. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചേക്കണേ. ഓക്കെ, ഇൻഷാ അല്ലാഹ് എല്ലാം നടക്കട്ടെ. ഓക്കെ ഗൈസ്, എനിവേ ഇതിനെപ്പറ്റി ചുറ്റിപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. അപ്പോൾ ബൈ.